എരമംഗലത്ത് 1.5 മാസം മുമ്പുണ്ടായ ബണ്ട് തകർച്ചയിൽ നരണിപ്പുഴ കുമ്മിപ്പാലം പാടശേഖരത്ത് മണ്ണ് മൂടിയതോടെ 10 ഏക്കറോളം ഭൂമിയിൽ കൃഷി ഇറക്കാനാകാതെ കർഷകർ. പാടശേഖരം പൂർവ്വസ്ഥിതിയിലാക്കാൻ സർക്കാർ സഹായം വേണമെന്ന് കർഷകർ. എരമംഗലത്ത് 1.5 മാസം മുമ്പുണ്ടായ ബണ്ട് തകർച്ചയിൽ നരണിപ്പുഴ കുമ്മിപ്പാലം പാടശേഖരത്ത് മണ്ണ് മൂടിയതോടെ 10 ഏക്കറോളം ഭൂമി കൃഷി ഇറക്കാനാവാത്ത സ്ഥിതിയിൽ. നൂറടിത്തോടിൽ നിന്നും പുറംകോളിൽ നിന്നുമുണ്ടായ ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്കിനെ തുടർന്നാണ് പാടശേഖരത്തിന്റെ 75 മീറ്റർ ബണ്ട് തകർന്നു പോയത്. ശക്തമായ ഒഴുക്കിൽ തകർന്ന ബണ്ടിനോട് ചേർന്നുള്ള 10 ഏക്കർ കൃഷിഭൂമിയിലാണ് ചെളിയും മണ്ണും നിറഞ്ഞു കിടക്കുന്നത്. നടിലിനായി ഒരുക്കിയ 400 മീറ്റർ പാടങ്ങളാണ് കൃഷി ചെയ്യാൻ കഴിയാത്ത തരത്തിൽ പൂതച്ചേറും മണ്ണും കൊണ്ട് മൂടിക്കിടക്കുന്നത്. കൂടാതെ സമീപത്തെ ഇടത്തോടുകളിലേക്കും മണൽ ഒഴുകിയെത്തി ആഴം കുറഞ്ഞു. വെള്ളക്കെട്ടിൽ ബണ്ടിനടിയിലെ പൂതച്ചേറ് താഴുകയും വേഗത്തിൽ വെള്ളം പാടശേഖരത്തേക്ക് ഒഴുകിയെത്തുകയുമായിരുന്നു. പൂതച്ചേറിന്റെ വലിയ കട്ടകളാണ് പാടശേഖരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിടക്കുന്നത്. വെള്ളം വറ്റിയതോടെ മീറ്ററുകളോളം നീളത്തിൽ മണലും ചെളിയും മരക്കുറ്റികളും കൂടിക്കിടക്കുകയാണ്. പുറംകോളിൽ നിന്ന് വെള്ളത്തോടൊപ്പം വലിയ കളകൾ എത്തിയത് പാടശേഖരത്തെ കൃഷിസ്ഥലത്തേക്ക് വ്യാപിച്ചിട്ടുണ്ട്. മണൽ മൂടിയ സ്ഥലത്തുനിന്ന് മണൽ നീക്കം ചെയ്യാൻ വലിയ ചെലവ് വരുമെന്നതിനാൽ ഈ സീസണിൽ ഇവിടെ കൃഷി ചെയ്യാൻ കഴിയില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഓരോ ഏക്കറിലെയും മണ്ണ് നീക്കം ചെയ്യാൻ 10,000 രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുന്നതിനാൽ കർഷകർക്ക് മണൽ നീക്കി കൃഷി ഇറക്കാൻ കഴിയില്ലെന്നാണ് കർഷകർ പറയുന്നത്. ബണ്ട് പുനർനിർമ്മിക്കുന്നതിനൊപ്പം മണൽ മൂടിയ കൃഷിസ്ഥലം സർക്കാർ സംവിധാനം ഉപയോഗിച്ച് പഴയ രീതിയിലാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് MLAയ്ക്കും KLDCക്കും പരാതി നൽകുമെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് രാഘവൻ തട്ടകത്തും സെക്രട്ടറി സുരേഷ് പാട്ടത്തിലും അറിയിച്ചു. ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം. അമാന മോൾ, എടപ്പാൾ, മെയിൻ റോഡ്, കൂറ്റനാട്, നടുവട്ടം.